normal लगना चाहिए ना. മാബഹൻ എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സുരേഷ് ത്രിവേണിയാണ് ഡയറക്ടർ. മാധുരി ദീക്ഷിത്, തൃപ്തി ദിമ്രി, പിന്നെ ദുർഗാധർണ, ഇവർ മൂന്നുപേരുമാണ് ലീഡ് റോൾസ് ചെയ്യുന്നത്. ഇതിൽ മാധുരി ദീക്ഷിത് ചെയ്യുന്ന രേഖ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ രണ്ട് മക്കളായിട്ടാണ് മറ്റു രണ്ടുപേരും അഭിനയിക്കുന്നത്, ജയും സുഷമയും. അപ്പോൾ ഈ സിനിമയുടെ പ്രമിസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ രേഖ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ താമസിക്കുന്ന ഹൗസിംഗ് കോളനിയിലേക്ക് വരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലൊരു കല്യാണം നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇവരെ ഇൻവൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഇവർ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു 25 കൊല്ലമായിട്ട് ഇപ്പോഴും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ആർക്കും ഈ സൊസൈറ്റിയിൽ ബാക്കിയുള്ള ആർക്കും, ഈ അയൽവാസികൾക്കൊന്നും ഇവരോട് പ്രത്യേകിച്ച് ഒരു എമ്പതി ഇല്ല, ഒരു സ്നേഹമില്ല. ഇവരെ ഒന്നിനും കൂട്ടാനും അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഒരു പറയുകയാണെങ്കിൽ ഒരു ഹോസ്റ്റൽ എൻവയൺമെൻറ്റിലാണ് രേഖ താമസിക്കുന്നത്. മക്കൾ രണ്ടുപേരും ഇവരുടെ കൂടെ അല്ല. അവർ രണ്ടുപേരും, ഒരാൾ കല്യാണം കഴിച്ച് സെപ്പറേറ്റ് ആണ് ജീവിക്കുന്നത്, മറ്റൊരാൾ മറ്റേ റീലുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അയാളും വീട്ടിലാരുമില്ല. അങ്ങനെ രേഖ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേക്കിനും അപ്പുറത്തെ വീട്ടിലെ കല്യാണം നടക്കുന്ന വീട്ടിലെ ആ പെങ്കൊച്ചിൻ്റെ അച്ഛൻ ഇവരുടെ അടുക്കളയിൽ വന്ന് മരിച്ചു കിടക്കുക. അപ്പോൾ രേഖയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത രേഖ രാത്രി 2-2:30 ആകുമ്പോഴത്തേനും 2 പെൺമക്കളെയും വിളിച്ചിട്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ട്, അപ്പുറത്തെ വീട്ടിൽ അങ്കിൾ വന്നതേ, നമ്മുടെ വീട്ടിൽ മരിച്ചു കിടക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങളിൽ രണ്ടുപേരും വന്ന് എന്നെ സഹായിക്കുമെന്നും പറഞ്ഞ് വിളിക്കുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് ആരും എന്നെ പ്രാകണ്ട. ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പടത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുണ്ട്. ട്രെയിലർ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. സോ ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ ഒരു കാര്യം കൊണ്ട് നമ്മൾ ഹുക്കാവും, നമ്മൾ ഇൻട്രീഗ്ഡ് ആണ്. എന്താണ് ഇവരിനി ചെയ്യാൻ പോകുന്നത്, ഇനി എന്താ കഥയിൽ നടക്കുന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അങ്ങനെ ഒരു ഇനീഷ്യൽ ഹുക്ക് വളരെ നന്നായിരുന്നു ഈ സിനിമയിൽ. പിന്നെ പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ഇവർ ഈ സിനിമയിലൂടെ പറയുന്നൊരു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട്. അത് ഇവർ പറഞ്ഞിരിക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊരിക്കലും നമ്മളെ ആസ് എൻ ഓഡിയൻസ് അവർ ലെക്ചർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ ഉപദേശിച്ച് നന്നാക്കാൻ വേണ്ടി ഒരു സിനിമ എടുത്തു എന്നൊന്നും തോന്നുന്നില്ല. എന്നുവെച്ചാൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമണിനെ എങ്ങനെയാണ് സൊസൈറ്റി ഡീമനൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു കാര്യമില്ലാതെ, അവരൊരു തെറ്റും ചെയ്തില്ലെങ്കിലും അവരെ കുറ്റം പറയാനും അവരെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാനും ഒക്കെ ഈ സൊസൈറ്റി എന്തോരം ഒരു ത്വര കാണിക്കുന്നു എന്നുള്ളത് ഇവർ വളരെ വൃത്തിക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും നമുക്കൊരു ലെക്ചറിങ് ആയിട്ട് തോന്നില്ല. നമുക്ക് വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ, ബട്ട് സ്റ്റിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ബാക്ക് എൻഡിൽ നമ്മൾ ചിന്തിക്കുമോ, ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോ, നമ്മളും എപ്പോഴെങ്കിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു തോട്ട് നമ്മുടെ ഇതിൽ വരും, മനസ്സിൽ വരും. അത് ആക്ച്വലി എനിക്ക് ഈ സിനിമയുടെ ഭയങ്കര ഒരു പോസിറ്റീവായിട്ട് തോന്നി. പിന്നെ ഇവരെടുത്തിരിക്കുന്ന പല ക്രിയേറ്റീവ് ചോയ്സസും, ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്ത്രീകളെ ഡീമനൈസ് ചെയ്യാനുള്ള സൊസൈറ്റിയുടെ ഒരു തരം. ഇതിനകത്ത് ഈ സിനിമയിൽ പല സമയത്തും മാധുരി ദീക്ഷിത്തിനെ ലിറ്ററൽ ഒരു ഡീമൻ അല്ലെങ്കിൽ ഒരു വിച്ചായിട്ടൊക്കെ കാണിക്കുന്ന സീൻസ് ഉണ്ട്. അതൊക്കെ ഒരു വളരെ ഫണ്ണായിട്ടുള്ളൊരു ക്രിയേറ്റീവ് ചോയ്സ് ആയിട്ട് തോന്നി. പിന്നെ ഈ സിനിമയിൽ പലപ്പോഴും നമുക്ക് ബാക്ക് സ്റ്റോറി അറിയേണ്ടപ്പോൾ, എക്സ്പോസിഷൻ തരേണ്ടപ്പോഴും ഒക്കെ അവരൊരു FIR ഒക്കെ, പഴയ വാർത്തയിലൊക്കെയുള്ള FIR എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി കണ്ടിട്ടുണ്ടാവും. അതൊക്കെ പോലെ ഒരു ന്യൂസ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണൽ പോലത്തെ ഒരു സാധനത്തിലൂടെ, ഒരു ചാനലിൽ കൂടെയാണ് ഇവർ ഈ ബാക്ക് സ്റ്റോറിയൊക്കെ നമുക്ക് പറയുന്നത്. അതും ഭയങ്കര രസകരമായിട്ട് തന്നെയാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ടു ആൻ എക്സ്റ്റെൻഡ് ഈ സിനിമ ഭയങ്കര എൻ്റർടൈനിങ് ആണ്. ഈ ഫസ്റ്റ് ഹാഫ്, ഞാനീ പറഞ്ഞ ഈ 10 മിനിറ്റിലുള്ള ഈ ഇനീഷ്യൽ ഹുക്ക് മുതൽ അടുത്തൊരു 45-50 മിനിറ്റ് വരെ, ഒരു 1 മണിക്കൂർ മാർക്ക് വരെ, ഈ 1 അവർ മാർക്ക് വരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ട്വിസ്റ്റുകളുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെ കാര്യങ്ങളൊക്കെ പോവും. നമ്മൾ ഭയങ്കര എൻഗേജ്ഡ് ആണ്, ഭയങ്കര എൻ്റർടൈൻഡുമാണ്. അത് കഴിഞ്ഞിട്ട് ഈ 1 മണിക്കൂർ, ഈ ഫസ്റ്റ് 1 അവർ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഈ സിനിമ ഒരു നിലാവത്തഴിച്ചു വിട്ട കോഴി കണക്കൊരു പോക്കോ. ഈ അനാവശ്യമായിട്ട് ക്യാരക്ടേഴ്സ് 1-2 പേര് കയറി വരുന്നു, ഒരു കാര്യമില്ലാതെ ട്വിസ്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ഹെഡ്ലെസ് ചിക്കൻ ലെവലിലേക്ക് സിനിമ പോകും. ആ സമയം മുതൽ നമുക്ക് ചെറിയൊരു ഡ്രാഗ് ഫീൽ ചെയ്യും. അതുകൊണ്ട് കുറച്ചൊരു ബോറടി
ബോറടി എന്ന് ഞാൻ പറയില്ല, ബട്ട് കുഡ് ഹാവ് ബീൻ ബെറ്റർ. കാരണം നമുക്ക് ഈ ഫസ്റ്റ് ഒരു 1 hour കിട്ടുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അവിടുന്ന് ആ ഗ്രാഫ് ഭയങ്കരമായിട്ട് താഴേക്ക് പോകുന്ന പോലെ തോന്നും. ആൻഡ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ഫോർ മീ, എനിക്ക് പേഴ്സണലി എനിക്ക് ഒട്ടും കണക്റ്റ് ആയില്ലെന്ന് മാത്രമല്ല, എനിക്ക് ഇവരെങ്ങനെയെങ്കിലും ഇത് സിനിമ തീർക്കണ്ടേ എന്നും പറഞ്ഞ് തീർക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് ആസ് എ ഹോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇതൊരു എബവ് ആവറേജ് മൂവി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ സിനിമയിൽ. നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇഫ് യു ആസ്ക് മീ, നമുക്ക് നമ്മളുടെ സിനിമയിലൂടെ നല്ലൊരു മെസ്സേജ് കൊടുക്കാനുണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരു മീഡിയോക്കർ പ്രോഡക്റ്റ് മീഡിയോക്കർ അല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സിനിമ കാണുന്നത് നമ്മുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. ആ എൻ്റർടൈൻമെൻറ്റ് ആസ് എ ഹോൾ പാക്കേജ് നമുക്ക് ഫുള്ളി എൻജോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അവർ ക്രിയേറ്റീവായി ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും. അതെനിക്ക് പേഴ്സണലി കണക്റ്റ് ആയി. അപ്പോൾ അത് ഹോൾ മൂവി അതേ ഒരു സ്ട്രെച്ചിൽ പോവുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഇവർ കുറച്ചുകൂടെ എഡിറ്റിൽ കുറച്ചുകൂടെ കുറച്ചിരുന്നെങ്കിൽ മേ ബി ആ ഒരു സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ക്രിസ്പായിട്ട് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിരുന്നേനെ. പിന്നെ ആ ലാസ്റ്റ് 10 minutes അത് എനിക്ക് വർക്കായില്ല. അപ്പോൾ ആരോടും കാണരുതെന്നൊന്നും പറയില്ല, കാരണം സിനിമ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സിനിമ അവൈലബിൾ ആണ്, കണ്ടു നോക്കാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക, കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുക. കമൻസിൽ ഒരു ഓപ്പൺ ഡിസ്കഷൻ വേണമെങ്കിൽ ആവാവുന്നൊരു സിനിമയാണ്. നന്ദി, നമസ്കാരം.